നബിയെ, തങ്ങളിൽ നിന്ന് ഞാൻ ഒരുപാട് ഹദീസുകൾ കേൾക്കുന്നുണ്ട്, പക്ഷെ മറന്നു പോകുന്ന ഒരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും അതിനൊരു പരിഹാരം വേണമെന്ന് അവിടുന്ന് ഇസ്തിഗാസ ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് പരിഹാരം നൽകിയത് ബുഖാരിയിൽ തന്നെ ഉണ്ട്. അതിനുശേഷം ഞാൻ ഒരൊറ്റ ഹദീസും മറന്നിട്ടില്ല എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. ബുഖാരിയിലും മുസ്ലിമിലും തിർമുദിയിലും നസായിലും തൊബറാനിയിലും ദാറഖൂത്തിനിലും ദാരിമിയിലും ഇബ്നു മാജയിലും ഏതേത് ഹദീസ് ഗ്രന്ഥത്തിൻ്റെ പേജുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിലെ ഓരോ പേജുകളിലും അൻ അബീ ഹുറൈറത്ത എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഹദീസ് ഉണ്ടാവും. അതിൻ്റെ അർത്ഥം തന്നെ എനിക്ക് ഇസ്തിഗാസയിലൂടെ കിട്ടിയ ഹദീസാണിത്, ഈ ഹദീസ് എനിക്ക് കിട്ടിയത് നിബിതങ്ങളിൽ നിന്ന്, എനിക്ക് മെമ്മറിയിൽ നിലനിന്നത് അവിടുത്തെ സഹായം കൊണ്ടാണ് എന്നുകൂടിയാണ് അതിൻ്റെ ഒക്കെ താല്പര്യം. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരെ, മുജാഹിദുകാരെ, നിങ്ങൾ ഈ വഹാബികളെ നിങ്ങൾ ഈ ഗ്രന്ഥങ്ങൾ തുറന്നേക്കല്ലേ എന്നും അതിന് താല്പര്യമുണ്ട്. തലമുറക്ക് കൊടുക്കാൻ മാത്രം എൻ്റെ മെമ്മറിയിൽ നിന്ന് പ്രശ്നം, അത് മാറ്റി തന്നത് തങ്ങളോട് ഞാൻ ഇസ്തിഗാസ ചെയ്തിട്ടാണ്. ഇസ്തിഗാസയിൽ വിശ്വാസമുള്ളവർ മാത്രം വായിച്ചാൽ മതി. അൻ അബീ ഹുറൈറത്ത എന്നുകൂടിയുണ്ട്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകതസ്കരിക്കും. നമുക്കും അതിനൊക്കെ സാധ്യത ഉണ്ട്. എപ്പോൾ വുളു എടുത്താലും ശേഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ നിസ്കരിക്കും. ആ നിസ്കാരത്തിന്റെ കൂടെ വുളുവിന്റെ സുന്നത്ത് കൂടി എന്ന് കരുതിയാൽ ലഭിക്കുമല്ലോ ആ കൂലി. സെപ്പറേറ്റ് വേറെ നിസ്കരിക്കാനൊന്നും നമുക്ക് തഖ്വ ഈമാനൊന്നും കൂടുതലില്ലെങ്കിലും അങ്ങനെയെങ്കിലും ഒരു നിയത്ത് വെക്കണം. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ തസ്ബീഹ് മാലയിലെ മണികളുടെ എണ്ണം 2000-ആണ്. തസ്ബീഹ് മാല ഉപയോഗിക്കാൻ ബിദ്അത്താണെന്നും അങ്ങനെ എണ്ണം പിടിക്കണ പരിപാടി പാടില്ലെന്നും എന്ന് പറയുന്ന ആൾക്കാർ സുയൂത്തി ഇമാം റഹിമഹുള്ളയുടെ കാലത്തുണ്ടായിരുന്നു. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് സുയൂത്തി ഇമാം ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ അബൂ ഹുറൈറ തങ്ങളുടെ ഈ തസ്ബീഹ് മാലയാണ് പ്രധാനമായും തെളിവായി കൊണ്ടുവരുന്നത്.